നമ്മുടെ ഗ്ലാമറൊക്കെ പോയപ്പോ നമ്മളെ മുടിയൊക്കെ വെട്ടിയതുകൊണ്ടേ ഇവിടെ ഇവിടെ തമാശിന് കൂടെ വേണമല്ലോ, കാരണം എടുക്കുന്ന ആളുടെ കൂടെ വേണമല്ലോ. അതെ. അഹ്ലൻ റമളാൻ, അഹ്ലൻ റമളാൻ. എടുത്തോ ഒന്നും നിങ്ങൾക്ക് പിന്നത്തേക്ക് നടക്കുന്നില്ല. മോനെ ഇവിടെ നിൽക്കടാ, ഇവിടെ നിൽക്ക്. ആ എല്ലാവരും ഒരു 2 ഫോട്ടോ എടുക്കട്ടെ. ഇത് കഴിഞ്ഞ് വെച്ചിരിക്കുന്നല്ലേ? അത് കഴിഞ്ഞു. അഭിപ്രായം വേണ്ട. ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ കിടന്ന ഭയങ്കര വെട്ടല, ഭയങ്കര കട്ടറാണല്ലോ അത്. ഞങ്ങൾ ഈ വണ്ടി കറക്കി അതൊക്കെ ആയിരിക്കും. അടുത്ത ക്യാപ്പ് എടുത്തില്ലേ? അടിപൊളിയാണ്. അല്ലാതെ ഒരു ക്യാമറ എടുക്കണ്ട, അല്ലാതെ അല്ല അതിനുള്ളിലൊക്കെ ഉള്ള എടുത്താൽ നല്ല ക്ലിയറാ. കട്ടറത് എയർ കട്ടറാണോ അത്? ഹലോ, ഞാനേ അവിടെ എത്തി ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. ഇവിടെ മുഴുവൻ എയർ കട്ടറാ, ഭയങ്കര കട്ടറാ. പിടിക്കാൻ പറ്റത്തില്ല. അപ്പുറത്തായിരുന്നു അല്ലേ? ആ ഇത് പിന്നെ ഇതാരൊക്കെ കിട്ടിയിട്ട് ഒന്ന് എഴുതിയേക്കണോ?
എല്ലാരും ഉണ്ട്, എല്ലാരും ആരും നേരെ നേരെ പുറത്തേക്ക് ആ 300 ഇതിൽ 10 എടുക്കാൻ 300 സ്ഥലം ഞാൻ ചോദിക്കാം ഞാൻ മൊത്തം ആ വഞ്ചിന്റെ മുടി എടുത്തല്ലോ തനിക്ക് വഞ്ചിന്റെ മുടി കൂടുന്നു ഇത് ഈ മുടിനകത്ത് അങ്ങനെ
പുതിയ സെറ്റ് അടിപൊളി ക്ലിയറാണല്ലേ? ആ ഫുഡ് ആ ടേബിൾ വന്നിട്ടുണ്ടെങ്കിൽ അതെ ഡിജയുടെ ആളാ. അത് കഴിഞ്ഞ് നമുക്ക് ആൾക്കാർ തീരുമാനിച്ചാൽ കിറ്റ് വേണം. അപ്പൊ അല്ല ആവശ്യമായിട്ട് കൊടുത്താൽ അവിടെ മാറി കളിക്കുന്നത്. മൈക്കിന്റെ വേറെ ബാക്കി നമുക്ക് തിരിച്ചു കൊടുക്കാം. കൂടുതൽ എടുത്തോ. സൂപ്പർ കുറെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല അവിടെ ഉണ്ടോ നോക്കിയോ ഫ്രൂട്ട്സ് അടിയിലോട്ട്
എല്ലായിടത്തും തന്നെ അല്ലേ? കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്. ഇതിലുണ്ട്. ഇവിടെ എന്താ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. അരുമേ ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ പഠിച്ചില്ല. അവിടെ സൂപ്പർവൈസിക്കുന്നില്ല. നീ ഒന്ന് നോക്കി ഒന്ന് ക്ലോസപ്പ് എടുക്കണം. ഒരു സ്ട്രോ ഇല്ലടാ. ഞാൻ ഇത് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വെക്കാം. നിന്റെ ആ മുടി ഒന്ന് അടക്കിയടാ. ഒരിടത്ത് 3 ജ്യൂസ് ഉണ്ട്. ഇവിടെ കാണുമെങ്കിൽ ഞാൻ പറ്റി നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നു. इधर नहीं लास्ट वन ഇവിടെ ആളില്ലോട്ടെ. ഇവിടെ ആള് കണ്ടു. ബക്കറ്റ് ഓക്കെ
ഫ്രണ്ട് ക്ലാസ്സിന് വിളിച്ചു വരല്ലേ बना वीडियो बना बना कैमरा भाई फोकस कीजिए। वीडियो 5-5 मिनट का वीडियो बनाना है, 2-2 मिनट का। कैमरा भाई फोकस कीजिए। मेरा डाल देना उसको।
അതാ Sawasiti, how are you, bro? ഫൈൻ 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 Today you sketch video, eh? ആ അഫൽബത്തിൻ മലയാള വിഭാഗം ജാലിയാത്ത് പ്രബോധകൻ ശ്രീ മുബാറക് മദീനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഹഫറുൽ ബാത്തിൻ OICC സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഈ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ തർത്തീബോട് കൂടി തന്നെ നിർവഹിച്ച് ഇതിനുവേണ്ടി പ്രയത്നിച്ച ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നത്. റമദാൻ മാസം എന്ന് വെച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആരാധനകളുടെയും പുണ്യങ്ങളുടെയും പൂക്കാലമായിട്ടുള്ള മാസമാണ്. വർഷത്തിലൊരിക്കൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. ആ റമദാനിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് വാരിക്കൂട്ടുവാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് എന്നുള്ളതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. റമദാൻ എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത് നമുക്കറിയാം. ആ ഖുർആൻ ഇറക്കാൻ ആരംഭിച്ചത് ഈ വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ആരാധനകളാൽ സമ്പുഷ്ടമായിരിക്കണം. വിശുദ്ധ റമദാൻ ഷഹറുൽ ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ പാപമോചനത്തിന്റെ മാസമാണ്. ഏതൊരു വിശ്വാസിയും ഏതൊരു മനുഷ്യനും ധാരാളം തെറ്റുകൾ, പാപങ്ങൾ ചെയ്തു കൂട്ടിയവരായിരിക്കാം. പക്ഷേ
ആ പാപങ്ങളിൽ നിന്ന് കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരോരോരുത്തരും തെറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമർ അവർ തവ്വാബീങ്ങളാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് റബ്ബിനോട്. റബ്ബെ, ഞാൻ ഇന്നാലിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം എനിക്ക് പുറത്തു തരണേ എന്ന് റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളായി തീരണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ റമദാൻ നമുക്ക് പാപമോചനത്തിന്റെ മാസമാണ്. രാത്രി നമസ്കാരത്തിന്റെ ഖിയാമുൽ ലൈലിന്റെ മാസമാണ്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന് പറയുമ്പോൾ ആ ഖുർആനുമായി ഖുർആൻ പാരായണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കണം. അപ്രകാരം തന്നെ സ്വതക്കയുടെ മാസമാണ്, ഷഹ്റു സ്വതക്കയാണ്, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇങ്ങനെ ഒരു ഇഫ്താർ സംഘം സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ കൂടി ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മൻ ഫത്തറ സായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ നോമ്പെടുത്തവന്റെ പോലെയുള്ള പ്രതിഫലം ഈ നോമ്പെടുക്കുന്നവർക്കും ലഭിക്കും എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയ്യന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ എന്തിനാണ് നോമ്പ്? അതുകൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ ഒറ്റ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭക്തി, അള്ളാഹുവിലുള്ള ഭയം എന്നാണ്. ഈ അള്ളാഹുവിലുള്ള ഭയം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയും അള്ളാഹു ചെയ്യരുത്, പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ തഖ്വയുള്ളവരായി തീരുകയുള്ളൂ. യഥാർത്ഥ അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയർ ആയി തീരാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഏകദൈവ ആരാധന, ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ആ ഏകദൈവ ആരാധന പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം. ആ റബ്ബാണ് നമ്മെ സഹായിക്കുവാനുള്ളത് എന്നുള്ളൊരു ബോധം കൂടി നമുക്കുണ്ടായിരിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഈ തഖ്വ, അള്ളാഹുവിനുള്ള ഭയമില്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനില്ല എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് ഇന്ന് നമ്മുടെ നാട്ടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ഫിത്നകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്രമങ്ങളും അനീതിയും കൊലയും കൊള്ളയും മദ്യവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, എന്തെല്ലാം സ്വന്തം മാതാവിനെ കൊന്നൊടുക്കുന്ന മക്കളെയാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത്. സ്വന്തം മാതാവിനെ കൊല്ലുന്ന മക്കൾ, സ്വന്തം പിതാവിനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ നമ്മൾ കണ്ടു. ഭർത്താവിനെ കൊന്ന ഭാര്യയെ കേട്ടു നമ്മൾ, ഭാര്യയെ കൊന്ന ഭർത്താവിനെ കണ്ടു നമ്മൾ. എന്തെല്ലാം തിന്മകൾ! കുടുംബത്തിലെ മൊത്തടങ്കം കൊന്നു നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ മനുഷ്യത്വം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച്, എവിടെയാണ് മനുഷ്യത്വം? എവിടെയാണ് യഥാർത്ഥ മനുഷ്യർ? എവിടെയാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ, ഒരാഴ്ച മുമ്പാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്, ധാരാളം കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന കൊലപാതകം, വെഞ്ഞാറമൂട് കൊലപാതകം എന്നുള്ളത്. ഒരു ചെറുപ്പക്കാരനായ യുവാവ്, അവിവാഹിതനായ ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്താൻ വേണ്ടി മാതാവ് പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്കറിയാം. കഴിഞ്ഞില്ല, സ്വന്തം അനുജനെ, നിങ്ങൾ കേട്ടു വാർത്തകളിലൂടെ, അവൻ വിശദീകരിക്കുകയാണ്. ആ അനുജൻ, ആ ജ്യേഷ്ഠൻ വന്നിട്ട്, അവന് താങ്ങും തണലുമാവേണ്ട ഒരു ജ്യേഷ്ഠൻ വന്നിട്ട് അനുജനെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുമ്പോൾ ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കുട്ടി കാർത്തട്ടഹസിക്കുകയാണ്. എന്നിട്ടും ഇവൻ ഒന്നും രണ്ടും മൂന്നുമല്ല 10-20ഓളം ചുറ്റിക കൊണ്ട് അടിച്ച് ആ ഉമ്മയെയും ആ മകനെ കൊലപ്പെടുത്തുകയാണ്. അഥവാ ഇവന്റെ അനുജനെ കൊലപ്പെടുത്തിയ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തീർന്നില്ല, സ്വന്തം പിതാവിന്റെ സഹോദരനെ, അതേപ്രകാരം തന്നെ പിതാവിന്റെ സഹോദരന്റെ ഭാര്യയെ, സ്വന്തം ഉമ്മൂമ്മയെ, അതേപ്രകാരം തന്നെ തന്റെ കൂട്ടുകാരി അഥവാ കാമുകിയെ, ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കൊലപ്പെടുത്തുവാൻ ഒരു മനുഷ്യന് തോന്നണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒന്നുണ്ട്. എന്താണ്? ലഹരിയുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് കലാലയങ്ങൾ
കലാലയമായി കൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം പഠിക്കുവാൻ വേണ്ടി വിടുമ്പോൾ അവിടെ കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. കുട്ടികൾ വഴിതെറ്റുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഇന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, ലഹരിയും MDMA തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ, മദ്യവുമെല്ലാമാണ് ഇന്ന് അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ആ കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കൾക്ക് അതിൽ പങ്കുണ്ട്, നമ്മുടെ ഗവൺമെന്റിന് അതിൽ പങ്കുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക്, പൊതുസമൂഹത്തിന് അത് പങ്കുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഉത്തരവാദിത്വം. അതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഇതിനെ ഇല്ലാതാക്കാൻ, ഈ ലഹരി മാഫിയ ഇല്ലാതാക്കി കളയാൻ അവർ വിചാരിച്ചാൽ സാധിക്കും. അത് ചെയ്യണം. അതേപ്രകാരം തന്നെ ജനപ്രതിനിധികളും അതേപ്രകാരം പൊതുസമൂഹവും ഓരോരുത്തരും ഒന്നിച്ചു നിന്നെങ്കിലേ ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന തെർബിയത്ത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ശിക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, സ്വന്തം വീട്ടിൽ നിന്നാണ് നമ്മളത് ഉണ്ടായിരിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക. സ്വന്തം കുട്ടികളെ ചെറുപ്പം മുതൽ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കൊള്ളു. വെറും പഠിച്ചാൽ പോരാ, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാൻ പോരാ, അത് തിരിച്ചറിവ് കൂടി അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ആദ്യം തുടങ്ങണം. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് ഈ പരിശുദ്ധ റമദാനിലൂടെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നല്ല, ഇന്നലെ പോലും നമ്മൾ കേട്ട കൊലപാതകങ്ങള്, സ്വന്തം പിതാവിന് കഴുത്തറുത്തു കൊന്ന സംഭവം, അതേപ്രകാരം വിദ്യാർത്ഥിയെ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സ്വന്തം സഹപാഠികൾ, കൂട്ടുകാർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം, താമരശ്ശേരിയിലെ സംഭവം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ദൈനംദിനം ഓരോ ദിവസവും വാർത്തകൾക്ക് ഇന്ന് പഞ്ചല്ല. ഓരോ ദിവസവും വ്യത്യസ്ത കേസുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇസ്ലാം മുമ്പ് തന്നെ ഈ മദ്യവും അതേപ്രകാരം മയക്കുമരുന്നുമെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ ആളുകളായിരിക്കുമെന്ന്, അഥവാ നരകത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുക എന്ന് പോലും നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾക്ക് കൃത്യമായി ഈ സദാസമയവും ദൈവത്തെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടുക. നമ്മളെ കാണുന്നുണ്ട് അള്ളാഹു. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ നമ്മെ കാണുന്ന, നമുക്ക് ജീവൻ നൽകിയ, നമ്മെ മരിപ്പിക്കുന്ന, നമുക്ക് ഭക്ഷണം നൽകിയിട്ടുള്ള, നമുക്ക് ആരോഗ്യം നൽകിയിട്ടൊരു അള്ളാഹു ഉണ്ട് എന്ന് നാം ഓരോരുത്തരും അറിയണം. സഹോദരങ്ങളെ, ഏത് സമയമാണ് ഞാനോ നിങ്ങളോ മരണപ്പെട്ടു പോകാൻ നമുക്ക് പറയാൻ പറ്റുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരാളും മരണത്തെ ആസ്വദിക്കും, മരണത്തെ രുചിക്കുകയും ചെയ്യും. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ ഞാൻ എവിടെയാണ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റൂല. നാളെ ഞാൻ എന്ത് പ്രവർത്തിക്കും എന്ന് എനിക്കോ നിങ്ങൾക്കോ ഉറപ്പ് പറയാൻ സാധ്യമല്ല. നമ്മുടെ ഒരു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60-70 വയസ്സൊക്കെ നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ആയുസ്, സാധാരണ ആയുസ്. പിന്നെ അതിനേക്കാൾ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമായി നമ്മൾ കണക്ക് കൂട്ടണം. അപ്പൊ ഈ ഒരു ആയുസിനിടയ്ക്ക് ഏത് സമയത്തും മരിക്കാൻ പ്രായമാകണമെന്നില്ല. ഇന്ന് രാത്രി ഉറങ്ങിയാൽ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, വിളിച്ചുണർത്തിയിട്ട് അവൻ എഴുന്നേൽക്കുന്നില്ല. ഈ അവസ്ഥയാണ് കാണുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്യുന്ന ആള് പെട്ടെന്ന് വീണ് മരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏത് സമയവും മരണപ്പെടും, റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ പോകേണ്ടി വരും എന്നുള്ള ഒരു ബോധം, ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാസമയവും നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നമസ്കാരവും നോമ്പ് മാത്രമേ, നോമ്പ് എന്ന് പറയുമ്പോൾ വെറും നോമ്പ് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് നോമ്പായി തീരുകയില്ല സുഹൃത്തുക്കളെ. മറിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നോമ്പെടുത്ത ആളുകളുടെ നോമ്പേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നോമ്പെടുക്കുന്നു, കളവ് നടത്തുന്നു, കാര്യമില്ല. നോമ്പെടുക്കുന്നു, നമസ്കരിക്കുന്നില്ല, കാര്യമില്ല. നോമ്പെടുക്കുന്നു, പിന്നെ മറ്റു തിന്മകളിൽ ഏർപ്പെടുന്നു, അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമായിരിക്കണം നമ്മൾ
ആരാധനാ കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് കൂടി ഉണർത്തുന്നു, അവസാനിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ക്ഷണിച്ച, ഇത് ഈ രീതിയിൽ ഭംഗിയായി സംഘടിപ്പിച്ച OICCക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപ്രകാരം തന്നെ ഇൻഷാ അല്ലാഹ് മറ്റന്നാളും ഇവിടെ വെച്ചിട്ട് KNCCയുടെ ഇഫ്താർ നോമ്പ് ഉണ്ട്, നോമ്പുതുറയുണ്ട്. അതിനും സംഘാടകരെ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് ഔദ്യോഗികമായി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു എല്ലാ തെറ്റുകുറ്റം അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, സംസാരം ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. സംസാരം, പിന്നെ നോമ്പുകാരന്റെ നോമ്പ് തുറക്കുന്ന വേളയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ സംസാരിക്കേണ്ട സമയമല്ല. നോമ്പ് തുറക്കാൻ കാത്തിരുന്ന് ഈ വെറും 1 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ആ 1 മിനിറ്റ് പ്രാർത്ഥനയിൽ മുഴുകുക, ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് ദഅവത്തു സ്വാഇം, നോമ്പുകാരന്റെ പ്രാർത്ഥന വളരെ മുഖ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, സംസാരങ്ങൾ ഒഴിവാക്കുക. നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം നമസ്കാരം ഇവിടെ ഉണ്ടാകും. പല ആളുകളും നമസ്കരിക്കാതെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ കാണാറുണ്ട്. അതായത് അത് പാടില്ല. നോമ്പെടുക്കുന്ന ആളുകൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഇമാമ നമ്മൾ സൂചിപ്പിച്ചത്, പല ആളുകളും അങ്ങനെ പിരിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നോമ്പെടുത്ത് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോവുക എന്നുകൂടി ഉണർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. कोई बाकी है? ഇവിടെ കയറിയത് ഞാൻ കണ്ടില്ല. എന്തുപോലെ ഇത്
പിന്നെ അവിടെ ഒരു സെറ്റ് മൊത്തം ബാക്കി ഒരാഴ്ച
كويس رسول الله حي على الصلاة حي على الفلاح. الله أكبر. خلاص اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.